Welcome to NCERT plus 1 plus 2 physics. അപ്പോൾ നമ്മള് ലാസ്റ്റ് വീഡിയോയില് ഈ ഒരു ഡാംഡ് ഓസിലേഷൻ അതൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. സോ അതിൻ്റെ അകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ സമ്മറിയുടെ അകത്തെ പോയിന്റ്സ് ഇതാണ്. ദ മെക്കാനിക്കൽ എനർജി ഇൻ എ റിയൽ ഓസിലേറ്റിംഗ് സിസ്റ്റം ഡിക്രീസസ് ഡ്യൂറിങ് ഓസിലേഷൻസ് because external forces such as drag inhibit the oscillations and transfer mechanical energy to thermal energy. The real oscillator and its motion are then said to be damped. If the damping force is given by the F subscript D okay, minus dV, where V is the velocity of the oscillator and B is the damping constant. Then the displacement of the oscillator is given by x of t is equal to a e power minus bt by 2m cos omega prime t plus phi. Okay, where omega prime is the angular frequency of the damped oscillator, which is given by omega prime is equal to root of k by m minus b squared by 4m square. If the damping constant is small, then omega prime is approximately equal to omega, where omega is the angular frequency of the undamped oscillator. The mechanical energy of the damped oscillator is given by E of t is equal to half k a square e power minus bt by m. ഇതാണ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടത്. അപ്പൊ നമുക്ക് ഇന്ന് ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് സെക്ഷനായ 14.10 that is forced oscillations and resonance അത് നോക്കാം. Forced oscillations and resonance ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് സെക്ഷൻ ആണ്. ഓക്കെ, ഫോഴ്സ്ഡ് ഓസിലേഷൻസ് ആൻഡ് റെസൊണൻസ്. ഓക്കെ, അപ്പൊ നമ്മള് ലാസ്റ്റ് വീഡിയോയില് നോക്കോളും. അപ്പൊ നമ്മള് 2-3 സിസ്റ്റം കണ്ടായിരുന്നു. ഇപ്പൊ സിമ്പിൾ പെൻഡുലം കണ്ടു അല്ലെ, സിമ്പിൾ പെൻഡുലം. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു കാര്യം കണ്ടു, എന്താണ് ബ്ലോക്ക് അറ്റാച്ച്ഡ് ടു എ സ്പ്രിങ്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടു, നമ്മൾ വിസിറ്റ് ചെയ്ത സിസ്റ്റംസ് ആണല്ലേ, ബ്ലോക്ക് അറ്റാച്ച്ഡ് ടു സ്പ്രിങ്. അപ്പം ഇങ്ങനെ ഏതെങ്കിലും ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഇതിനെല്ലാം എന്താണ് ഒരു ഇക്വിലിബ്രിയം പൊസിഷൻ ഉണ്ടാവും അല്ലെ. അപ്പൊ ആ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് അതിനെ ഒന്ന് ഡിസ്പ്ലേസ് ചെയ്തിട്ട് അതിനെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ വിട്ടു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, ഇറ്റ് ഓസിലേറ്റ്സ് വിത്ത് നാച്ചുറൽ ഫ്രീക്വൻസി. ഓക്കെ, ഓസിലേറ്റ്സ് വിത്ത് ഇറ്റ്സ് നാച്ചുറൽ ഫ്രീക്വൻസി. എന്ത് ഫ്രീക്വൻസി ആണോ അത് ആ സിസ്റ്റത്തിന് തനതായിട്ടുള്ള ആ നാച്ചുറൽ ഫ്രീക്വൻസിയിൽ അത് ഓസിലേറ്റ് ചെയ്യും. ആ നാച്ചുറൽ ഫ്രീക്വൻസിയാണ് നമ്മൾ ഒമേഗ ആയിട്ട് കണ്ടത്. അപ്പം ഈ ഇങ്ങനെ നടക്കുന്ന ഈ ഒരു സിസ്റ്റം അതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയിൽ ഓസിലേറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ അങ്ങനത്തെ ഓസിലേഷനെ പറയുന്നതാണ് ഫ്രീ ഓസിലേഷൻസ്. ദാറ്റ് ഈസ് ഇൻ ഫ്രീ ഓസിലേഷൻസ് ദ സിസ്റ്റം ഈസ് ഓസിലേറ്റിംഗ് ഇൻ ഇറ്റ്സ് നാച്ചുറൽ ഫ്രീക്വൻസി. ഓക്കെ, അങ്ങനെ നമ്മൾ ഫ്രീ ഓസിലേഷൻ എന്ന് പറയാം. പക്ഷെ നമുക്കറിയാം എല്ലാ ഓസിലേഷനും, ഇപ്പൊ നമ്മളൊരു പെൻഡുലത്തിനെ നമ്മളിപ്പോ ഇങ്ങനത്തെ എന്താ പറയുക, ഒരു പെൻഡുലം ഇങ്ങനെ അട്ടിവിട്ടു. ഓക്കെ, അതിനുശേഷം കുറെ കഴിയുമ്പോൾ അതിങ്ങനെ ആടി 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 കുറെ കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഇറ്റ് വിൽ ഡൈ ഔട്ട്, ഇറ്റ് വിൽ കം ടു ദ ഇക്വിലിബ്രിയം പൊസിഷൻ അഗെയിൻ. ദാറ്റ് മീൻസ് ആ ഓസിലേഷൻ അവിടെ ഡൈ ഔട്ട് ആവും, സ്റ്റോപ്പ് ചെയ്യും. അതെന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ഡാമ്പിംഗ് ഫോഴ്സസ്. അതിന് ഒരുപാട് ഡാമ്പ് എയർ റെസിസ്റ്റൻസ് അങ്ങനത്തെ മുതലായ ഫ്രിക്ഷണൽ ഫോഴ്സ് സപ്പോർട്ട് അങ്ങനത്തെ ഡാമ്പിംഗ് ഫോഴ്സസ് കാരണം ഈ ഓസിലേഷൻസ് എന്ത് ചെയ്യും, ഡൈ ഔട്ട് ചെയ്യും. അത് ഓസിലേഷൻസ് നിന്ന് പോകും, ഓസിലേഷൻസ് ഡൈസ് ഔട്ട്, അല്ലെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്ത് പോകും. ഓക്കെ, സോ എന്താണ് ഈ ഒരു ഓസിലേഷൻ നമുക്ക് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഏജൻസി വേണം. ഓക്കെ, സോ ടു മെയിൻറ്റെയിൻ ഓസിലേഷൻസ്, ആ ഒരു ഓസിലേഷൻസിൽ തന്നെ അതിന് നിൽക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ഏജൻസി വേണം. അപ്പോ ആ എക്സ്റ്റേണൽ ഏജൻസി, അത് എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് വേണം ആ ഓസിലേഷൻസിനെ അങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കാൻ. അപ്പം അങ്ങനെ ഒരു അണ്ടർ ആൻ എക്സ്റ്റേണൽ ഏജൻസി ഒരു സിസ്റ്റം എക്സിക്യൂട്ട് ചെയ്യുന്ന ഓസിലേഷൻസിനെയാണ് നമ്മൾ പറയുന്നത് ഫോഴ്സ്ഡ് ഓസിലേഷൻ എന്ന് നമ്മൾ പറയും. ഫോഴ്സ്ഡ് ഓസിലേഷൻ ബിക്കോസ് ഇറ്റ് ഈസ് ഓസിലേറ്റിംഗ് അണ്ടർ ആൻ എക്സ്റ്റേണൽ ഏജൻസി, അല്ലെങ്കിൽ നമ്മൾ പറയും ഡ്രിവൺ ഓസിലേഷൻസ് എന്ന് പറയും. ഡ്രിവൺ ഓസിലേഷൻസ് എന്ന് പറയും. ഓക്കെ, ഇപ്പൊ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തിട്ടാണ് അത് ഓസിലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പം എന്താണ് ഈ നമ്മളിവിടെ ഇനി നോക്കാൻ പോകുന്നത് ഈ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ്, അത് എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആണ് ഈ സിസ്റ്റത്തിനെ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യിപ്പിക്കുന്നതെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആ എക്സ്റ്റേണൽ ഫോഴ്സ് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആണല്ലോ.
ആ എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ പീരിയോഡിക് ആയിട്ട് എടുക്കുകയാണ്. എക്സ്റ്റേണൽ ഫോഴ്സ് സെൽഫ് ഇസ് പീരിയോഡിക് ആൻഡ് ഈ സോ അത് പീരിയോഡിക് എന്താണ്, എക്സ്റ്റേണൽ ഫോഴ്സ് തന്നെ പീരിയോഡിക് ആണ്. അപ്പം ആ പീരിയോഡിക് ഫോഴ്സ് ആകുമ്പോഴത്തേക്കും അതിനൊരു ഫ്രീക്വൻസി ഉണ്ടാവുമല്ലോ. ആ എക്സ്റ്റേണൽ ഫോഴ്സിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒമേഗ ഡി ആണെന്ന് വിചാരിക്കാം, ഒമേഗ ഡി. അപ്പം ഈ ഒമേഗ ഡിയെ വിളിക്കുന്ന പേരാണ് ഡ്രിവൻ ഫ്രീക്വൻസി. ഇറ്റ്സ് കോൾഡ് ഡ്രിവൻ ഫ്രീക്വൻസി. ഓക്കെ, അപ്പൊ എക്സ്റ്റേണൽ ഫോഴ്സ് തന്നെ ഒരു പീരിയോഡിക് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആണ് ഈ സിസ്റ്റത്തിനെ ഓസിലേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത്. ആ എക്സ്റ്റേണൽ ഫോഴ്സിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒമേഗ ഡി ആണ്, ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ആസ് ഡ്രിവൻ ഫ്രീക്വൻസി. അപ്പം ഈ ഫോഴ്സ്ഡ് പീരിയോഡിക് ഓസിലേഷൻ, അപ്പം ഇങ്ങനെ ഒരു നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് ഫോഴ്സ്ഡ് പീരിയോഡിക് ഓസിലേഷനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു സിസ്റ്റത്തിന് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്ത് ഓസിലേറ്റ് ചെയ്യിപ്പിക്കണം. അപ്പൊ അങ്ങനത്തെ ഫോഴ്സ്ഡ് ഓസിലേഷൻസ്, ഫോഴ്സ്ഡ് പീരിയോഡിക് ഓസിലേഷനെ കുറിച്ചാണ് നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് തന്നെ പീരിയോഡിക് ആണ്. സോ ഇറ്റ് ഇസ് കോൾഡ് ഫോഴ്സ്ഡ് പീരിയോഡിക് ഓസിലേഷൻ. ഇങ്ങനത്തെ ഒരു പീരിയോഡിക് ഓസിലേഷന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ സമയത്ത് സിസ്റ്റം എന്ന് പറയുന്നത് അതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയിലായിരിക്കില്ല. ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്ത് ഒരു സിസ്റ്റത്തിനെ ഓസിലേറ്റ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ സിസ്റ്റം എന്ത് ചെയ്യാണ്, അതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയിലല്ല ഓസിലേറ്റ് ചെയ്യുന്നത്, പക്ഷേ ഈ എക്സ്റ്റേണൽ ഏജൻസിയുടെ ഫ്രീക്വൻസിയിലായിരിക്കും. അത് നമ്മളിപ്പോ പറഞ്ഞ ഒമേഗ ഡി എന്ന് പറയുന്നത് ഈ ഒരു ഫ്രീക്വൻസിയിലായിരിക്കും സിസ്റ്റം ദെൻ ഓസിലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഇതിന്റെ ഫാക്ട്. സോ സിസ്റ്റം അണ്ടർ ഫോഴ്സ്ഡ് പീരിയോഡിക് ഓസിലേഷൻ, system oscillates at the frequency of external agency, external force ഏതാണ്, that frequency ആണ് ഒമേഗ സബ്സ്ക്രിപ്റ്റ് ഡി. ഓക്കെ, ഈ ഫ്രീ ഓസിലേഷൻസ് എന്ന് പറയുന്നത് നമ്മളിപ്പം ഈ ഒരു സിസ്റ്റം നാച്ചുറൽ ഫ്രീക്വൻസിയിലാണ് വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും, അത് ഡാമ്പിംഗ് ഫോഴ്സ് കാരണം നിന്ന് പോകും. അപ്പൊ അപ്പോഴാണ് നമ്മൾ ഈ ഒരു എന്ത് ചെയ്യുന്നു, അതിനെ ഫോഴ്സ്ഡ് ഓസിലേഷൻ കൊടുക്കും. ഒരു ഫോഴ്സ്ഡ് പീരിയോഡിക് എക്സ്റ്റേണൽ ഏജൻസി അപ്ലൈ ആണെങ്കിൽ then it will oscillate, but it will not oscillate at its natural frequency. അത് ആ എക്സ്റ്റേണൽ ഏജൻസിയുടെ ഫ്രീക്വൻസിയിലായിരിക്കും പിന്നെ ഓസിലേറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് തന്നെ ചുറ്റും തന്നെ നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. ലൈക്ക് നമ്മൾ തന്നെ ഫോഴ്സ്ഡ് ഓസിലേഷൻ നമുക്ക് തന്നെ അറിയാവുന്ന കാര്യം, നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾ ഊഞ്ഞാലൊക്കെ ആടിയിട്ടുണ്ടാവും എല്ലാവരും അല്ലെ. അപ്പൊ ഈ സ്വിംഗ് എന്ന് പറയുന്നതിന്റെ ഓസിലേഷൻ തന്നെ നമുക്ക് ഈ ഫോഴ്സ്ഡ് പീരിയോഡിക് ഓസിലേഷൻ ആണ് അത്. ബിക്കോസ് നമുക്കറിയാം എപ്പോഴും എന്താണ്, ഒന്നുമില്ലെങ്കിൽ ആരെങ്കിലും ആട്ടിത്തരും. ഓക്കെ, ഓസിലേഷൻ കാര്യം നമ്മൾ തന്നെ ഒരു ഊഞ്ഞാലിൽ ആടിക്കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നിന്ന് പോലും. അപ്പം ഇതിനെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുമില്ലെങ്കിൽ ആരെങ്കിലും എന്താണ് ഒന്ന് നമ്മളെ somebody will be there to push the swing. അല്ലെങ്കിൽ ഈ ഊഞ്ഞാൽ ആടുന്ന ആള് തന്നെ ഇടയ്ക്കിടയ്ക്ക് കാല് നിലത്ത് കുത്തി സ്പീഡ് കൂട്ടി ഓസിലേഷൻസ് വരുത്താറുണ്ട്. സോ അതെന്ന് പറയുന്നത് എന്താണ്, സ്വിംഗ് അവിടെ അനുഭവപ്പെടുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഫോഴ്സ്ഡ് ഓസിലേഷൻ ആണ്. നമ്മൾ എത്രമാത്രം പുഷ് ചെയ്യുന്നു അപ്പം അതിന്റെ ഫ്രീക്വൻസി കൂടും. നല്ലൊരു പുഷ് കിട്ടിക്കഴിഞ്ഞാൽ നല്ല ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ആവും. നന്നായിട്ട് നിലത്ത് കാല് കുത്തി എന്താണ് ചെയ്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ സ്പീഡ് കൂടും. ഓക്കെ, സോ ഇതെന്ന് പറയുന്നത് തന്നെ ഒരു ഫോഴ്സ്ഡ് ഓസിലേഷന്റെ എക്സാമ്പിൾ ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വി നീഡ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ്, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കണം ഇങ്ങനെ ഒരു ഫോഴ്സ്ഡ് ഓസിലേഷന് വേണ്ടി എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു എക്സ്റ്റേണൽ ഫോഴ്സിനെ എഫ് ഓഫ് ടി എന്ന് കൊടുക്കാന്ന് വിചാരിക്കാം. നമ്മൾ മെൻഷൻ ചെയ്ത ആ എക്സ്റ്റേണൽ ഫോഴ്സ് എഫ് ഓഫ് ടി ആണെന്ന് വിചാരിക്കാം. ഓക്കെ, കൊടുക്കുന്ന ഫോഴ്സ് ആൻഡ് ഈ എക്സ്റ്റേണൽ ഫോഴ്സിന്റെ ആംപ്ലിറ്റ്യൂഡ്. അപ്പം ഈ എക്സ്റ്റേണൽ ഫോഴ്സ് എന്താണ്, പീരിയോഡിക് ആണെന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് ഈ എക്സ്റ്റേണൽ ഫോഴ്സിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് സപ്പോസ് എഫ് നോട്ട് ആണെന്ന് വിചാരിക്കാം. ആംപ്ലിറ്റ്യൂഡ് ഇസ് എഫ് നോട്ട് എന്ന് പറയുന്നത് ദി എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, ഇറ്റ് ഇസ് പീരിയോഡിക്. ആൻഡ് അതാണ് നമ്മൾ ഈ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആണ് നമ്മൾ ഓസിലേറ്ററിലേക്ക്, അത് നമ്മുടെ ഡാംഡ് ഓസിലേറ്ററിലേക്ക് കൊടുക്കാൻ പോകുന്നത്. is applied to the damped oscillator. Applied to the damped oscillator. Damped oscillator എന്ന് പറയുമ്പോൾ that means അവിടെ എന്താണ്, എയർ റെസിസ്റ്റൻസ് ഉണ്ടാവും, ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും, ഡാമ്പിങ്, അത് ഡാമ്പിങ് ഫോഴ്സിന്റെ പ്രസൻസിലുള്ള ഒരു ഓസിലേറ്ററിന് നമ്മൾ ഈ എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഈ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ പോവാണ്. ആ എക്സ്റ്റേണൽ ഫോഴ്സിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ് എഫ് നോട്ട്. അപ്പം ഈ എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ നമ്മൾ പീരിയോഡിക് ആണെന്നുള്ളൂ. സോ എന്റെ ആംപ്ലിറ്റ്യൂഡ് എഫ് നോട്ട് ആണ്. സോ ഒരു കൊസൈൻ ഫംഗ്ഷൻ ആയിട്ട് എഴുതാം കോസ്. ആൻഡ് ഇതിന്റെ ഫ്രീക്വൻസി നമുക്കറിയാം ഒമേഗ സബ്സ്ക്രിപ്റ്റ് ഡി ആണല്ലോ. സോ ഒമേഗ ഡി ടി എന്ന് എഴുതി, എഫ് നോട്ട് കോസ് ഒമേഗ ഡി ടി. ഇങ്ങനെയാണ് ഈ എഫ് ഓഫ് ടി ഈ ഫോമിലാണെന്ന് വിചാരിക്കാം.
അപ്പം നമ്മൾ ഈ ഒരു ഫോഴ്സ് നമ്മൾ ഈ ഓസിലേറ്ററിന് കൊടുക്കാൻ പോവാണ്. ഓക്കെ, ഈ ഒരു പാർട്ടിക്കിളിന് ഒരു സംതിങ് ഒരു ഡാംഡ് ഓസിലേറ്ററിന് ഇത് കൊടുക്കാൻ പോവാണ്. അപ്പം നമ്മുടെ ഓസിലേറ്റർ അല്ലെങ്കിൽ നമ്മുടെ ആ പാർട്ടിക്കിളിന് അനുഭവപ്പെടുന്ന ഫോഴ്സുകൾ എന്തെല്ലാമായിരിക്കും? 3 ഫോഴ്സസ് ആയിരിക്കും ആ ഓസിലേറ്ററിന് അല്ലെങ്കിൽ ആ പാർട്ടിക്കിളിന് അനുഭവപ്പെടാൻ പോകുന്നത്. ഒന്നെന്ന് പറയുന്നത് ലീനിയർ റിസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാവും. ഓക്കെ, ലീനിയർ റിസ്റ്റോറിംഗ് ഫോഴ്സ്, അതിനെ മീൻ പൊസിഷനിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ഫോഴ്സ്. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ -kx എന്ന് പറഞ്ഞ ഈ ഒരു ഫോഴ്സ് അതിനുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഇതൊരു ഡാംഡ് ഓസിലേറ്റർ ആണല്ലോ, അപ്പൊ ഡാമ്പിംഗ് ഫോഴ്സ് ഉണ്ടാവും. അത് അതിന്റെ വെലോസിറ്റിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ഉണ്ടാവും. അത് കൂടാതെ നമ്മൾ ആ ഒരു സിസ്റ്റത്തിലേക്കാണ് ഈ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പം ആ എക്സ്റ്റേണൽ ഡ്രൈവിംഗ് ഫോഴ്സും ഈ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് which is given by F0 cos omega dt. ഇത് ഇത്രയും ആ പാർട്ടിക്കിളിന് എന്താണ് ഉണ്ടാവും. ഇത്രയും ഫോഴ്സസ് ആ പാർട്ടിക്കിൾ അല്ലെങ്കിൽ ആ ഓസിലേറ്റർ എക്സ്പീരിയൻസ് ചെയ്യും. ആൻഡ് അക്കോർഡിംഗ് ടു ന്യൂട്ടൺ സെക്കൻഡ് ലോ, ഒരു പാർട്ടിക്കിളിന് അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഗിവൺ ബൈ മാസ് ഇൻറ്റു ഇറ്റ്സ് ആക്സിലറേഷൻ. സോ ആ മാസിന്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇത് കമ്പൈൻഡ്, ഇവിടെ ഈ 3 ഫോഴ്സ് ആണുള്ളത്. ഈ 3 ഫോഴ്സിനെ കൂടി സമ്മേഷൻ ആയിരിക്കും. അപ്പൊ ഇതിനെ നമുക്ക് ഒരുമിച്ച് എഴുതാലോ, കമ്പൈൻ ചെയ്ത് എഴുതാം. സോ -kx(t). സോ ദീസ് ആർ ഓൾ ടൈം ഡിപ്പെൻഡന്റ്. സോ നമുക്ക് എല്ലാത്തിന്റെയും വേരിയബിൾസിന്റെ ബ്രാക്കറ്റിൽ ടൈം ഇടാം. To just say that it is time dependent. So ma(t) is equal to -kx(t) minus bv(t) plus f0 cos omega dt. ഓക്കെ, ഇനി നമുക്ക് ആക്സിലറേഷന് പകരം എന്ത് എഴുതാൻ പറ്റും? ആക്സിലറേഷന് പകരം നമുക്കറിയാം ആക്സിലറേഷൻ ഇസ് സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്, ദാറ്റ് ഇസ് v²x/dt². അതുപോലെ തന്നെ നമുക്ക് വെലോസിറ്റി എന്ന് പറയുന്നത് dx/dt. ഓക്കെ, ആൻഡ് ഈ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ടേംസിനെ നമുക്ക് ഈ രണ്ട് ടേംസിനെ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, കാര്യം അത് നെഗറ്റീവ് ആണല്ലോ, അപ്പൊ നമുക്ക് പോസിറ്റീവ് ആയിട്ട് എഴുതാലോ. അപ്പൊ ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ലൈക്ക് ma(t) plus എന്തോരും kx(t) plus vv(t) is equal to f0 cos omega dt എന്ന് എഴുതാലോ. ആൻഡ് ഈ എക്കും വിക്കും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ m d²x/dt² പ്ലസ് നമുക്ക് ഇനി ബിയുടെ ടേം എഴുതാം, bdx/dt പ്ലസ് kx(t) is equal to f0 cos omega dt. ഓക്കെ, അപ്പം ഇതെന്ന് പറയുന്നതാണ് ഒരു ഓസിലേറ്റർ. ആ ഓസിലേറ്ററിന്റെ അകത്ത് ഒരു പീരിയോഡിക് ഫോഴ്സ് വിച്ച് ഇസ് ഹാവിങ് ആംഗുലർ ഫ്രീക്വൻസി ഒമേഗ ഡി. അങ്ങനെ ഒരു പീരിയോഡിക് ഫോഴ്സ് ഒരു ഓസിലേറ്റർ m മാസുള്ള ഒരു ഓസിലേറ്ററിന് അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും അതിന്റെ മോഷന് കിട്ടിയ ഇക്വേഷൻ ആണ് ഇത്. ഓക്കെ, അപ്പം ഓസിലേറ്റർ എന്ന് പറയുന്നത് ഇനീഷ്യലി ഓസിലേറ്റർ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരുന്നതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയിലാണ്. പക്ഷെ നമ്മൾ ഈ എക്സ്റ്റേണൽ അപ്ലൈഡ് ഫോഴ്സ്, ഈ ഒരു എക്സ്റ്റേണൽ പീരിയോഡിക് ഫോഴ്സ് കൊടുക്കുമ്പോൾ ഈ ഒമേഗ എന്ന് പറയുന്നതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി ഡൈ ഔട്ട് ആവുകയും ആ ബോഡി പിന്നെ ഈ എക്സ്റ്റേണൽ പീരിയോഡിക് ഫോഴ്സിന്റെ, അതായത് ഈ ഒമേഗ ഡി എന്ന് പറയുന്ന ഈ ഫ്രീക്വൻസിയിൽ ഓസിലേറ്റ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും. ഓക്കെ, അപ്പം അതിന്റെ ആ ഒരു നാച്ചുറൽ ഫ്രീക്വൻസി, അതായത് നമ്മൾ ഈ എക്സ്റ്റേണൽ ഫോഴ്സ് ആ ഓസിലേറ്ററിന് കൊടുക്കുമ്പോൾ തന്നെ അതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി ഡൈ ഔട്ട് ആവും. പിന്നെ അത് ഓസിലേറ്റ് ചെയ്യുന്ന എക്സ്റ്റേണൽ പീരിയോഡിക് ഫോഴ്സിന്റെ ഫ്രീക്വൻസിയിലായിരിക്കും. അപ്പം ഈ നാച്ചുറൽ ഓസിലേഷൻ എന്ന് പറയുന്ന ഡൈ ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ ആ ഓസിലേറ്റർ എക്സിക്യൂട്ട് ചെയ്യുന്ന ആ ഒരു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, ഈ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്താ തരുന്നത്? ഈ ഫോഴ്സ്ഡ് ഓസിലേഷന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണ് നമുക്ക് തരുന്നത്. x(t) എന്ന് പറയുന്ന നമുക്ക് ഇതിന്റെ ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഈ സൊല്യൂഷൻ, ഇതിന്റെ എന്താണ്, അതിന്റെ വേരിയബിൾ x(t) ആണല്ലോ. അപ്പം നമുക്ക് x(t) എന്ന് പറഞ്ഞ സൊല്യൂഷൻ നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഈ സൊല്യൂഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് പഠിക്കേണ്ട കാര്യമില്ല, അതൊരു ലോങ് ഡെറിവേഷൻ ആണ്. സോ ജസ്റ്റ് ഈ സൊല്യൂഷൻ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അപ്പം ആ പീരിയോഡിക് ഓസിലേഷന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും കിട്ടുക, a cos omega dt plus phi. ഓക്കെ, ഈ സൊല്യൂഷൻ ഇങ്ങനെയാണെന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് x(t). ബിക്കോസ് ഇതൊരു ഹയർ ലെവൽ മാത്സ് ആണ്, അതിപ്പം വേണ്ട, അതുകൊണ്ട് ഇത് മതി. ഓക്കെ, അപ്പം t എന്ന് പറയുന്നത് ഇവിടെ ഈ മെൻഷൻ ചെയ്തിരിക്കുന്ന t എന്ന് പറയുന്നത്
എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണോ പീരിയോഡിക് ഫോഴ്സ് അപ്ലൈ ചെയ്തത് അപ്പം മുതലുള്ള ആ ടൈമാണ്, എപ്പോഴാണോ ആ പീരിയോഡിക് ഫോഴ്സ് അപ്ലൈ ചെയ്ത് ആ ടൈമാണ് ഇവിടുത്തെ ടി ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ഓക്കെ, അപ്പൊ നമ്മളിവിടെ നോക്കുക, ബിക്കോസ് നാച്ചുറൽ ഫ്രീക്വൻസി ഡൈ ഔട്ട് ചെയ്തതിന് ശേഷം സിസ്റ്റം എക്സിക്യൂട്ട് ചെയ്യുന്ന ആ ഡിസ്പ്ലേസ്മെന്റ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. സി ഒമേഗ സബ്സ്ക്രിപ്റ്റ് ഡി ആണുള്ളത്. സിസ്റ്റം വൈബ്രേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഡ്രിവൺ ഫ്രീക്വൻസിയിലാണ്. ഓക്കെ, അത് അറിഞ്ഞിരിക്കാം, അപ്പൊ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ആംപ്ലിറ്റ്യൂഡ്. ഈ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്, നമ്മൾ ആംപ്ലിറ്റ്യൂഡിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എ ആയിട്ടാണല്ലോ. ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് ആണ് എ. അപ്പം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഈ ഒരു എന്താണ്, ഈ ഫോഴ്സ്ഡ് ഫ്രീക്വൻസി ഒമേഗ ഡി എന്ന് പറയുന്ന ഫോഴ്സ്ഡ് ഫ്രീക്വൻസിയുടെയും അതുപോലെ ഇതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി ആയ ഒമേഗയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് രണ്ടിന്റെയും ഡിപ്പെൻഡൻസ് ഉണ്ട്. അപ്പൊ ഈ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആംപ്ലിറ്റ്യൂഡ് ഇതിന് കിട്ടുന്നത് എഫ് നോട്ട്, അതായത് എന്താണ്, ആ എക്സ്റ്റേണൽ ഫോഴ്സിന്റെ ആംപ്ലിറ്റ്യൂഡ് ഡിവൈഡഡ് ബൈ, പിന്നെ ഇങ്ങോട്ട് വരുന്നത് ഒരു വലിയ ടേം ആണ് എം സ്ക്വയർ, അതായത് ഓസിലേറ്ററിന്റെ മാസിന്റെ സ്ക്വയർ ഇൻറ്റു ഒമേഗ സ്ക്വയർ മൈനസ് ഒമേഗ ഡി സ്ക്വയർ, അതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി മൈനസ് ഡ്രൈവിംഗ് ഫ്രീക്വൻസിയുടെ സ്ക്വയർ, ദെൻ അതിന്റെ സ്ക്വയർ പ്ലസ് ഒമേഗ ഡി സ്ക്വയർ ബി സ്ക്വയർ. ഒമേഗ ഡി എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് ഫ്രീക്വൻസിയുടെ സ്ക്വയർ, ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഡാമ്പിംഗ് കോൺസ്റ്റന്റ് സ്ക്വയർ, എന്നിട്ട് ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കണം, റേസ് ടു ഹാഫ്. ഓക്കെ, അതുപോലെ തന്നെ ഇനി ഈ ഫേസ് കോൺസ്റ്റന്റിന്റെ ടാൻ വാല്യൂ എന്ന് പറയുന്നത് ഇതാണ് കിട്ടുക, ദാറ്റ് ഇസ് മൈനസ് V0 ഡിവൈഡഡ് ബൈ ഒമേഗ ഡി x0. ഓക്കെ, ഇവിടെ എം എന്ന് പറഞ്ഞാൽ ഇവിടെ എം എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദ പാർട്ടിക്കിൾ ആണ്. ആൻഡ് V0 ഇവിടെ ഒരു V0യും ഒരു x0യും ഉണ്ട്. അപ്പം V0യും x0 എന്ന് പറയുന്നത് V0 ആൻഡ് x0 എന്ന് പറയുന്നത്, V0 നമുക്കറിയാം വെലോസിറ്റി ആണ്, x എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഈ സബ്സ്ക്രിപ്റ്റ് 0 കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത് ദാറ്റ് മീൻസ് അറ്റ് ടൈം t ഈസ് ഈക്വൽ ടു 0 എന്നുള്ളതാണ്. അത് t ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഏത് മൊമെന്റിലാണോ ദ മൊമെന്റ് യു അപ്ലൈ പീരിയോഡിക് ഫോഴ്സ്, ആ മൊമെന്റ് പീരിയോഡിക് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ആ മൊമെന്റ് എന്ന് പറയുന്നതിനെ നമ്മൾ t ഈസ് ഈക്വൽ ടു 0 ആയിട്ട് എടുക്കുന്നു. അവിടെ ഉണ്ടാവുന്ന വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെന്റുമാണ് V0 ആ സമയത്ത് ഉണ്ടാവുന്നത്. അപ്ലൈ ചെയ്തപ്പോൾ ഉണ്ടായി, ജസ്റ്റ് അപ്ലൈ ചെയ്തപ്പോൾ ആ ടൈം 0 ആയിട്ട് എടുക്കുക. അപ്പോൾ ഉള്ള വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെന്റുമാണ് V0യും x0യും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ആംപ്ലിറ്റ്യൂഡിന്റെ ഇക്വേഷൻ കിട്ടി. We have this amplitude equation and we have tan phi's equation. ഇത് രണ്ടും നമുക്ക് കിട്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കിക്ക് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം, ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു ഫോഴ്സ്ഡ് ഓസിലേറ്ററിന്റെ, ദിസ് ഇസ് ദ ഫോഴ്സ്ഡ് ഓസിലേറ്ററിന്റെ കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, സോ ഫോഴ്സ്ഡ് ഓസിലേറ്ററിന്റെ ആംപ്ലിറ്റ്യൂഡ് ടാൻക്ക് എല്ലാം നമുക്ക് കിട്ടി. അപ്പൊ ഈ ഫോഴ്സ്ഡ് ഓസിലേറ്ററിന്റെ ആംപ്ലിറ്റ്യൂഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതെന്ന് പറയുന്നത് എന്താണ്, ഒമേഗയുടെയും ഡിപ്പെൻഡൻസ് ഉണ്ട്, ഒമേഗ ഡി യു ഇക്വേഷനിൽ വരുന്നുണ്ട്. സോ അതെന്ന് പറയുന്നത് ഫോഴ്സ്ഡ് ഓസിലേറ്ററിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്ന ആ ഒരു ആംഗിൾ ഓഫ് ഫ്രീക്വൻസി, ഡ്രൈവിംഗ് ഫോഴ്സിന്റെ ആംഗിൾ ഓഫ് ഫ്രീക്വൻസിയെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ ഓക്കെ, പ്രധാനമായിട്ടും ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒമേഗ ഡിയും ഡിപ്പെൻഡൻസ് ഉണ്ട്. പക്ഷെ പ്രധാനമായിട്ടും എന്താണ്, അത് പ്രധാനമായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ ഒരു ഫോഴ്സ്ഡ് ഓസിലേറ്ററിന്റെ ഡിപ്പെൻഡൻസ് ആക്ച്വലി ഇതിന്റെ ഡിഫറൻസ് ആണല്ലോ. ഒമേഗ മൈനസ് ഒമേഗ ഡി എന്ന് പറയുന്നത് എന്താണ്, അപ്പൊ അതിന്റെ ആ എത്രമാത്രം ഡ്രൈവിംഗ് ഫ്രീക്വൻസിയുടെ നാച്ചുറൽ ഫ്രീക്വൻസിയും ഡ്രൈവിംഗ് ഫ്രീക്വൻസിയും തമ്മിൽ ഡിഫറൻസിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ പ്രധാനമായിട്ടും നമുക്ക് നിന്നോട് പറയാം, പ്രധാനമായിട്ടും ഫോഴ്സ്ഡ് ഓസിലേറ്ററിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഡ്രൈവിംഗ് ഫോഴ്സിനെ ഡിപ്പെൻഡന്റ് ആണ്. ഡ്രൈവിംഗ് ഫോഴ്സിന്റെ ഫ്രീക്വൻസി, ആംഗിൾ ഓഫ് ഫ്രീക്വൻസിക്ക് ഡിപ്പെൻഡന്റ് ആണ്. ഇനി നമുക്ക് ഇപ്പം ഒമേഗ ഡിയും ഈ ഒമേഗയും ഒമേഗ ഡിയും, അത് ഈ ഫ്രീക്വൻസിയും നാച്ചുറൽ ഫ്രീക്വൻസിയും ഡ്രൈവിംഗ് ഫ്രീക്വൻസിയും തമ്മിലുള്ള ആ വ്യത്യാസം എന്ന് പറയുന്നത് അത് ഭയങ്കരമായ ഒരു വ്യത്യാസം ആവുമ്പോൾ, പിന്നെ അതല്ലാതെ ഒമേഗ ഡിയും വളരെ ക്ലോസ് ആയിട്ടിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കിനി നോക്കാം. അപ്പൊ ഈ രണ്ട് കേസസ് നമുക്ക് നെക്സ്റ്റ് നോക്കാം. അത് ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത്
സ്മോൾ ഡാമ്പിംഗ് ആണ്, ഒരു ചെറിയ ഡാമ്പിംഗ് ഉള്ളു. അതായത് നമ്മളുടെ ബി ഡാമ്പിങ്ങിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ആ വാല്യൂ ബി ആണല്ലോ, അപ്പം ബി വളരെ ചെറുതാണ്. ആൻഡ് ഡ്രൈവിംഗ് ഫ്രീക്വൻസി ഫാർ ഫ്രം നാച്ചുറൽ ഫ്രീക്വൻസി. ഡ്രൈവിംഗ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒമേഗ ഡി, ദാറ്റ് ഇസ് ഫാർ ഫ്രം നാച്ചുറൽ ഫ്രീക്വൻസി. അതിന്റെ അവരുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഭയങ്കര അപ്രീഷിയബിൾ ആണ്. ഓക്കെ, ആ കേസിൽ എന്ത് സംഭവിക്കുന്നത്? അപ്പൊ ഇവിടെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക, ആംപ്ലിറ്റ്യൂഡ് ഡിപ്പെൻസ് ഓൺ, ഞാനിവിടെ പറഞ്ഞപ്പം രണ്ടിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു പറഞ്ഞു, അല്ല, ആംപ്ലിറ്റ്യൂഡ് ഡിപ്പെൻസ് ഓൺ ഒമേഗ ഡി. ഓക്കെ, ഒമേഗ ഡി ആണ് ഫോഴ്സ്ഡ് ഓസിലേറ്ററിനെ സംബന്ധിച്ച് ആംപ്ലിറ്റ്യൂഡ് ഡിപ്പെൻസ് ഓൺ ഒമേഗ ഡി. അത് പ്രത്യേകം ശ്രദ്ധിക്കും. ഞാനിവിടെ രണ്ടും ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു, ബട്ട് നോട്ട് ലൈക്ക് ദാറ്റ്. പ്രധാനമായിട്ടും ഒമേഗ ഡി ആണ് കേട്ടോ. സ്ലിപ്പ് ഓഫ് ടങ്. സോ നോക്കുക, അപ്പൊ നമ്മൾ ഇവിടെ നമ്മൾക്ക് ആദ്യം നമുക്ക് ഇക്വേഷൻ എന്താ നോക്കാം. അവർ ഇക്വേഷൻ ഈസ് A is equal to F naught divided by m square into omega square minus omega d square the whole square plus omega d square b square the whole power half. ഇതാണല്ലോ നമ്മളുടെ ഇക്വേഷൻ. അപ്പൊ നമ്മൾ ഈ ഒരു കേസ് എടുക്കാൻ പോവാണ്. അതായത് സ്മോൾ ഡാമ്പിംഗ് മീൻസ് നമ്മളുടെ ബി എന്ന് പറയുന്നത് വലിയൊരു സ്മോൾ വാല്യൂ ആണ്. ആൻഡ് ഡ്രൈവിംഗ് ഫ്രീക്വൻസി ഫാർ ഫ്രം നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ ഒമേഗ സ്ക്വയർ മൈനസ് ഒമേഗ ഡി സ്ക്വയർ എന്ന് പറയുന്നത് ഒരു ലാർജ് വാല്യൂ ആയിരിക്കും. കാര്യം അവരുടെ അന്തരം കൂടുതലാണെന്നല്ലേ, അപ്പൊ ഇതൊരു ലാർജ് വാല്യൂ ആയിരിക്കും. അപ്പൊ നമുക്ക് അതിന്റെ തന്നെ മനസ്സിലാവാം. നമുക്ക് നമ്മുടെ ഡിനോമിനേറ്ററിലുള്ള രണ്ട് ഫംഗ്ഷൻ നോക്കാം. ഒരെണ്ണം ഒമേഗ സ്ക്വയർ മൈനസ് ഒമേഗ ഡി സ്ക്വയറിന്റെ ഹോൾ സ്ക്വയർ ഉണ്ട്, ഒരെണ്ണത്തിൽ ഒമേഗ ഡി സ്ക്വയർ ബി സ്ക്വയർ എന്ന് പറഞ്ഞ കമ്പൗണ്ടും ഉണ്ട്. അപ്പൊ നമുക്കിവിടെ ഉള്ളത് ബി വളരെ ചെറുതാണ്, ബി വെരി സ്മോൾ ആണ്. ഓക്കെ, ഡാമ്പിംഗ് കോൺസ്റ്റന്റ് വെരി സ്മോൾ എന്ന് എഴുതാം. ഓക്കെ, ബി എന്ന് പറയുന്നത് വെരി സ്മോൾ ആണ്. ആൻഡ് ഒമേഗ സ്ക്വയർ മൈനസ് ഒമേഗ ഡി സ്ക്വയർ എന്ന് പറയുന്നത് വെരി ലാർജ് ആണ്. അപ്പൊ ഈ കേസിൽ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും ഈ ഒമേഗ സ്ക്വയർ മൈനസ് ഒമേഗ ഡി സ്ക്വയർ ഹോൾ സ്ക്വയറിന്റെ എം സ്ക്വയർ എന്ന് പറഞ്ഞ ഒരു വലിയ ക്വാണ്ടിറ്റി ആവുകയും അതിന്റെ മുന്നിൽ ഈ ഒമേഗ ഡി സ്ക്വയർ ബി സ്ക്വയർ ഒരു കുഞ്ഞു ക്വാണ്ടിറ്റി ആവുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സെക്കൻഡ് ടേമിനെ ഇവിടുന്ന് നെഗ്ലക്ട് ചെയ്യാൻ സാധിക്കും. ആൻഡ് ഇൻ ദാറ്റ് കേസ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്? ജസ്റ്റ് ഫസ്റ്റ് ടേം മാത്രം എടുത്താൽ മതി. സോ ഇറ്റ് വിൽ ബി ലൈക്ക് എം സ്ക്വയർ ഒമേഗ സ്ക്വയർ മൈനസ് ഒമേഗ ഡി സ്ക്വയർ ദ ഹോൾ സ്ക്വയർ, ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കാം. അപ്പൊ ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ എന്ത് വരും? എഫ് നോട്ട് ഡിവൈഡ് ബൈ എം സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ട് എം, ഒമേഗ സ്ക്വയർ മൈനസ് ഒമേഗ ഡി സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പൊ അതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ ഒമേഗ സ്ക്വയർ മൈനസ് ഒമേഗ ഡി സ്ക്വയർ. അപ്പൊ ഇതായിരിക്കും ആംപ്ലിറ്റ്യൂഡ് ആയിട്ട് വരുന്നത്. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ അകത്ത് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഒരു ഓസിലേറ്റർ, അത് ഒരു ഓസിലേറ്ററിന്റെ ഈ ഡിസ്പ്ലേസ്മെന്റ് ആംപ്ലിറ്റ്യൂഡിന്റെയും, അതായത് ഈ ഒരു ആംപ്ലിറ്റ്യൂഡിന്റെയും അതുപോലെ തന്നെ എൻ്റെ ആംഗിൾ ഓഫ് ഫ്രീക്വൻസി, എൻ്റെ ഈ ഒമേഗ ഡിയുടെ ആയിട്ടുള്ള ഒരു ഡിപ്പെൻഡൻസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒമേഗ ഡി മൈനസ് ഒമേഗ ഡി ബൈ ഒമേഗയുടെ ഒരു ഡിപ്പെൻഡൻസ് ആണ്. പല ഡാമ്പിംഗ് എമൗണ്ട് ഓഫ് ഡാമ്പിംഗ് പ്രസന്റ് ആകുമ്പോൾ ഉള്ള ഒരു ഡിപ്പെൻഡൻസിന്റെ ഒരു പടമാണ് ഇങ്ങനെ ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ കാണിച്ചിട്ടുണ്ട്. സോ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് വേഴ്സസ് ഒമേഗ ഡി ബൈ ഒമേഗ എടുത്തിരിക്കുകയാണ്. പല വേരിയസ് ഡാമ്പിംഗ് പ്രസന്റ് ആകുമ്പോഴാണ്. അത് എങ്ങനെയാണ്? ഇവിടുത്തെ ഡാമ്പിംഗ് കോൺസ്റ്റന്റ് 50, ഇവിടുത്തെ 70, ഇവിടുത്തെ 140 അങ്ങനെ കാണിച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് തന്നെ നോക്കിക്കേ, ആംപ്ലിറ്റ്യൂഡ് ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആകുമ്പോൾ എവിടെയാണ്? ഈ ഒമേഗ ഡി ബൈ ഒമേഗ 1 ആവുന്ന സമയത്താണ് ആംപ്ലിറ്റ്യൂഡ് ഈ കർവിനെ നോക്കിയതിന്റെ ഏറ്റവും വലിയ ആംപ്ലിറ്റ്യൂഡ് വന്നിരിക്കുന്നത് ഇവിടെയാണ്. ആൻഡ് അവിടുത്തെ ഒമേഗ ഡി ബൈ ഒമേഗ എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ടു 1. ഈ സെക്കൻഡ് കർവ്, ഈ കർവ് നോക്കിയാൽ ഏറ്റവും മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഇവിടെയാണ് വന്നിരിക്കുന്നത്. സോ അതിന്റെ കറസ്പോണ്ടിങ് ഒമേഗ ഡി ബൈ ഒമേഗ ആണ് ഈ ആക്സിസിലുള്ളത്. സോ അതിന്റെ വാല്യൂ എന്ന് 1 ആണ്. അതുകൊണ്ട് ഈ ഫസ്റ്റ് ഗ്രാഫിലാണെങ്കിലും മാക്സിമം ആംപ്ലിറ്റ്യൂഡ് വന്നിരിക്കുന്ന ഈ ഒരു പൊസിഷനിൽ ഒമേഗ ഡി ബൈ ഒമേഗ ഈസ് 1. സോ എന്താണ് നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യം ഇതാണ്: ആംപ്ലിറ്റ്യൂഡ് ഈസ് ഗ്രേറ്റസ്റ്റ് വെൻ ഒമേഗ ഡി ബൈ ഒമേഗ ഇസ് ഈക്വൽ ടു 1. അത് ഡ്രൈവിംഗ് ഫ്രീക്വൻസി ഡിവൈഡ് ബൈ നാച്ചുറൽ ഫ്രീക്വൻസി 1 ആകുമ്പോഴാണ് ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആവുന്നത്. അപ്പം
ഈ ഒമേഗ ഡി ബൈ ഒമേഗ ഇസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒമേഗ ഡി ഇസ് ഈക്വൽ ടു ഒമേഗ. ഇതിനെയാണ് നമ്മൾ റെസൊണൻസ് കണ്ടീഷൻ എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് എന്താണ്? ഇതിനാണ് നമ്മൾ റെസൊണൻസ് കണ്ടീഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഏകദേശം സിമിലർ ആകുമ്പോഴാണ് റെസൊണൻസ് ഉണ്ടായി എന്ന് പറയുന്നത്. അപ്പം ഈ 3 കർവ് എടുക്കുകയാണെങ്കിലും ഈ 3 കർവ് നോക്കിക്ക് പല ഡാമ്പിങ് പ്രസന്റ് ആകുമ്പോഴാണ്, ഡാമ്പിങ്ങിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണല്ലോ ഡാമ്പിങ് കോൺസ്റ്റന്റ്സ്. അപ്പൊ അതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാവുന്ന കാര്യം, ഈ 1ഉം 3ഉം കേർവ്സില് അതായത് കർവ് 1 എന്ന് പറഞ്ഞ ഈ ഫസ്റ്റ് കർവിനാണ് എന്ത് ഉള്ളത്? കർവ് 1 എന്ന് പറയുന്നത് അതിന്റെ ഡാമ്പിങ് വാല്യൂ എന്ന് പറയുന്നത് 50 ആണ്, 50 gram per second ആണ്. ഇനി കർവ് 2 എന്ന് പറയുമ്പോൾ അതിനെക്കാട്ടി കുറച്ചും കൂടി ഡാമ്പിങ് ഉണ്ട്. കർവ് 3യുടെ ഡാമ്പിങ് കോൺസ്റ്റന്റ് 140 ആണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ഡാമ്പിങ് ഉള്ളത് എന്താണ്? ഏറ്റവും കൂടുതലും ഡാമ്പിങ് ഉള്ളത് കർവ് 3ക്കാണ്. കൂടുതലും ഡാമ്പിങ് ഫോഴ്സസ്, ഫ്രിക്ഷനും റെസിസ്റ്റൻസും അങ്ങനത്തെ ഡാമ്പിങ് ഫോഴ്സസ്, റെസിസ്റ്റൻസ് ഫോഴ്സ് ഏറ്റവും കൂടുതലുള്ളത് കർവ് 3ക്കാണ്. ആൻഡ് ഡാമ്പിങ് ഏറ്റവും കുറവുള്ളത്, ഡാമ്പിങ് ഫോഴ്സ് ഏറ്റവും കുറവുള്ളത് കർവ് 1-നാണ്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഈ ഡാമ്പിങ് ഫോഴ്സ് ഏറ്റവും കുറവുള്ള ഈ കർവ് 1-നാണ് ഏറ്റവും വലിയ ആംപ്ലിറ്റ്യൂഡ് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നത്. അത് നമുക്ക് ഇവിടുന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാ കേസസിലും ആംപ്ലിറ്റ്യൂഡ് ഗ്രേറ്റസ്റ്റ് ആയിട്ട് വന്നത് ഒമേഗ ടി ബൈ ഒമേഗ 1 ആവുന്ന കേസിൽ തന്നെയാണ്. ഓക്കെ, ആൻഡ് അത് നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ സ്മോളർ ഡാമ്പിങ് ആണെങ്കിൽ, ചെറിയ ഡാമ്പിങ് ആണെങ്കിൽ ആ പീക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? റെസൊണൻസ് പീക്ക് ടോളർ ആയിരിക്കും. ഇതിന്റെ ഉണ്ടോ, ടോളർ ആണ്, അതുപോലെ തന്നെ അത് നാരോവറും ആണ്. റെസൊണൻസ് പീക്ക് കൊണ്ട് ഇത്ര ചെറുതുമാണ്. ഓക്കെ, ഇവിടെയൊക്കെ വലുതാണ് വന്നിരിക്കുന്നത് കുറച്ചും കൂടി. ലൈക്ക് ഇതിന്റെ ആ ഒരു സ്പ്രെഡ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്. നേരെ മറിച്ച് ഏറ്റവും ഡാമ്പിങ് കുറവുള്ളതിന് അതിന്റെ ടോളർ ആണ്, അതുപോലെ റെസൊണൻസ് പീക്ക് വളരെ നാരോവറുമാണ്. ഓക്കെ, സോ അതും ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് ഈ ഗ്രാഫിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. സോ സ്മോളർ ദ ഡാമ്പിങ്, taller and narrower is the resonance peak. Taller and narrower is the resonance peak. Okay. ഇനി നമ്മളിപ്പം ഈ ഒരു ഡ്രൈവിംഗ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ ഈ ആക്ച്വലി നാച്ചുറൽ ഫ്രീക്വൻസിയുമായിട്ട് ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഒമേഗ ഡി ബൈ ഒമേഗ എന്ന് പറയുന്നത് 1 ആവുന്നുള്ള ഒരു കേസിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആക്ച്വൽ കേസസിൽ നോക്കുവാണെങ്കിൽ നമുക്ക് എപ്പോഴാണോ അത് ഈ ആക്ച്വൽ കേസസിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഏത് സമയത്താണോ ഈ ഒമേഗ ഡിയും ഒമേഗയും ഈക്വൽ ആവുന്നത് ആ കേസിൽ എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ഇൻഫിനിറ്റ് ആവും എന്നാണ് പറയുന്നത്. ആംപ്ലിറ്റ്യൂഡ് ബിക്കംസ് ഇൻഫിനിറ്റ്, ആംപ്ലിറ്റ്യൂഡ് ഇൻഫിനിറ്റ് ആവും എന്നുള്ളതാണ്. അപ്പം ഇങ്ങനൊരു കേസ് വരണമെങ്കിൽ ഇൻഫിനിറ്റ് ആംപ്ലിറ്റ്യൂഡ് ഇൻഫിനിറ്റ് ആവും. ഓക്കെ, അപ്പം ഇതെന്ന് പറയുന്നത് ഈ കേസ് ഇങ്ങനെ ഒരു ഇൻഫിനിറ്റ് ആംപ്ലിറ്റ്യൂഡ് വരിക എന്നുള്ള ഒരു കേസ് എന്ന് പറയുന്നത് ഐഡിയൽ കേസ് ആണ്. ദാറ്റ് മീൻസ് സീറോ ഡാമ്പിങ് ഒന്നും ഇല്ലാത്ത ഒരു കേസിൽ എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ പക്ഷെ റിയൽ കേസസിൽ ഒരിക്കലും അങ്ങനെ സാധിക്കത്തില്ല അല്ലെ. അപ്പം ഇപ്പൊ പിന്നെ നമുക്ക് തന്നെ ഒരു എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള വേറൊരു ചിലപ്പോൾ കുറച്ച് പേരെങ്കിലും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ചില സമയത്ത് നമ്മുടെ സ്വിങ് പൂഞ്ഞാലാടുമ്പോൾ ചില സമയത്ത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് അത് ഏറ്റവും ആ സ്വിങ്ങിന് പറ്റാവുന്ന ഏറ്റവും മാക്സിമം ആംപ്ലിറ്റ്യൂഡിലേക്ക് അത് പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അത് ആ സമയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുഷ് ചെയ്യുന്ന ആ ടൈമിങ്ങും ഈ സ്വിങ്ങിന്റെ ടൈം പീരീഡും ഈക്വൽ ആവുന്ന സമയത്താണ്. ഓക്കെ, അപ്പം ആംപ്ലിറ്റ്യൂഡ് ലാർജ് ആവുന്നു എന്നുള്ളതേ ഉള്ളൂ, പക്ഷെ അതൊരിക്കലും ഇൻഫിനിറ്റ് ആവുന്നില്ല. കാര്യം എപ്പോഴും എന്താണ് സ്വിങ്ങിൽ ഡാമ്പിങ് പ്രസന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇത് കുറച്ചും കൂടി മനസ്സിലാവും. നമുക്ക് നെക്സ്റ്റ് കേസ് നോക്കാം, അപ്പൊ കുറച്ചും കൂടി ഇത് വ്യക്തത വരും. ദാറ്റ് ഈസ് നെക്സ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് ഫ്രീക്വൻസി. കാര്യം നമ്മൾ അതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഈ ഒരു മാക്സിമം ആംപ്ലിറ്റ്യൂഡ് കേസിനെ കുറിച്ച് കുറച്ചും കൂടി വിശദമായിട്ട് വരാൻ പോവാണ്. ഡ്രൈവിംഗ് ഫ്രീക്വൻസി ക്ലോസ് ടു നാച്ചുറൽ ഫ്രീക്വൻസി, അതിനെ കുറിച്ചാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് ഡ്രൈവിംഗ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ക്ലോസ് ടു നാച്ചുറൽ ഫ്രീക്വൻസി. ഡ്രൈവിംഗ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഫ്രീക്വൻസി ആയിട്ട് വളരെ ക്ലോസ് ആകുമ്പോൾ
അപ്പം ഡ്രൈവിംഗ് ഫ്രീക്വൻസി നാച്ചുറൽ ഫ്രീക്വൻസിയും വളരെ ക്ലോസ് ആവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇഫ് ഒമേഗയും ഒമേഗ ഡിയും ഏകദേശം ക്ലോസ് വാല്യൂ ആണെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ ആംപ്ലിറ്റ്യൂഡിന്റെ ഇക്വേഷൻ ഇതായിരുന്നു. ഇവിടെ എഴുതാം. എഫ് നോട്ട് ഡിവൈഡഡ് ബൈ m square into omega square minus omega d square the whole square plus omega d square b square whole power half. അപ്പൊ ഇത് രണ്ടും ക്ലോസ് ആന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ ഒമേഗ മൈനസ് അല്ലെങ്കിൽ ഒമേഗ സ്ക്വയർ മൈനസ് ഒമേഗ ഡി സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? അത് ഏകദേശം എന്ത് വരും? നമ്മളിവിടെ ക്ലോസ് ആണെന്നേ പറയുന്നുള്ളൂ, ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി സെയിം ആണെന്നുള്ളതാണ്. അപ്പൊ ഇതും അപ്രോക്സിമേറ്റ്ലി ഒരു സീറോയുടെ അപ്രോച്ച് ചെയ്യുന്ന വാല്യൂ പോലെ വരും. ഓക്കെ, ക്ലോസ് ആണെങ്കിലും. അതർവൈസ് എന്താണ്? ദാറ്റ് മീൻസ് ഒമേഗ ഡി എന്ന് പറയുന്നതായിരിക്കും അവിടെ പ്രൊമിനന്റ് ആയിട്ട് വരിക. ഒമേഗ ഡി ബി അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര ഈ ഒരു വാല്യൂ വളരെ ചെറുതായിരിക്കും. ആൻഡ് ദാറ്റ് കേസ് നമുക്ക് ഇതിനെ അങ്ങ് നെഗ്ലക്ട് ചെയ്യാം. ആൻഡ് ദെൻ നമ്മളുടെ ആംപ്ലിറ്റ്യൂഡ് വിൽ ബി റിഡ്യൂസ് ടു എഫ് നോട്ട് ഡിവൈഡഡ് ബൈ ഒമേഗ ഡി സ്ക്വയർ ബി സ്ക്വയർ ദ ഹോൾ പവർ ഹാഫ്. ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ എന്ത് വരും? സോ that is f naught divided by omega d is b square into square root omega d b square into b. So omega db എന്ന് പറഞ്ഞാൽ f naught by omega db എന്ന് വരും. ഓക്കെ, അപ്പം ഒരു സിസ്റ്റത്തിന് ഉണ്ടാവുന്ന മാക്സിമം പോസിബിൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്? ദിസ് ഇസ് ദ മാക്സിമം പോസിബിൾ ആംപ്ലിറ്റ്യൂഡ്. ഒരു സിസ്റ്റത്തിന്റെ മാക്സിമം പോസിബിൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇസ് ഗിവൺ ബൈ f naught by omega db. സോ അതിൻ്റെ അകത്ത് തന്നെ മനസ്സിലാവും മാക്സിമം പോസിബിൾ ആംപ്ലിറ്റ്യൂഡ് ഓഫ് എ സിസ്റ്റം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ ഒമേഗ ഡി. ഡ്രൈവിംഗ് ഫ്രീക്വൻസി ആണ് അതിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഡ്രൈവിംഗ് ഫ്രീക്വൻസിയും അതുപോലെ തന്നെ ബി എന്ന് പറയുന്നതാണ് ഡാമ്പിംഗ്. ഓക്കെ, അതിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതൊരിക്കലും ഇൻഫിനിറ്റ് ആവത്തില്ല. അപ്പം ഈ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ഓസിലേറ്ററിനുമായിട്ട് ക്ലോസ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഇൻക്രീസ് ഇൻ ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ റെസൊണൻസ് എന്ന് വിളിക്കുന്നത്. സോ റെസൊണൻസിന്റെ എക്സ്പ്ലനേഷൻ ഇതാണ്. ദാറ്റ് മീൻസ് ദ ഫിനോമിനൻ ഓഫ് ഇൻക്രീസ് ഇൻ ആംപ്ലിറ്റ്യൂഡ്. The phenomenon of increase in amplitude when the driving frequency is close to the natural frequency of the oscillator. Natural frequency of the oscillator. Okay, നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഈ റെസൊണൻസ് ഇൻവോൾവ് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം അത് സ്വിങ് ഒരു എക്സാമ്പിൾ ആണ് റെസൊണൻസിന്റെ. ഓക്കെ, അപ്പം ചില ആൾക്കാർക്ക് ഒരുപാട് ഹൈറ്റ്സിൽ സ്വിങ് ഊഞ്ഞാലാടാൻ പറ്റും. അപ്പൊ എത്രമാത്രം അവരെന്ത് ചെയ്യും? ഗ്രൗണ്ടിലേക്ക് എത്രമാത്രം ഫോഴ്സ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വെച്ചിട്ടായിരിക്കും അത് പോകുന്നത്. അപ്പം എന്ത് പറ്റും? അങ്ങനെ ഗ്രൗണ്ടിൽ എത്രമാത്രം ഫോഴ്സ് ആയിട്ട് നമ്മൾ ഫീറ്റ് കൊണ്ട് പുഷ് ചെയ്യുന്നു അതനുസരിച്ച് എന്താണ് ആ ഫോഴ്സ് എപ്പോഴാണോ സ്വിങ്ങിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി ആയിട്ട് മാച്ച് ആവുന്നത് അപ്പോഴായിരിക്കും ഈ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് കിട്ടുന്നത്. ഓക്കെ, അപ്പം ഇത് കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അത് ഒരു സെറ്റ് ഓഫ് പെൻഡുലംസ് ആണ് ഇവിടെ. ഇങ്ങനെ ഇവിടെ ഒരു സെറ്റ് ഓഫ് പെൻഡുലംസ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ 1 2 3 4 5 എന്ന് പറഞ്ഞിട്ട് ഒരു 5 സിമ്പിൾ പെൻഡുലം കാണിച്ചിട്ടുണ്ട്. അതിന്റെ എല്ലാം ഡിഫറെന്റ് ലെങ്ത് ആണ്. ഈ പെൻഡുലത്തിന്റെ എല്ലാം ഇവിടുത്തെ ഈ ലെങ്ത് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. എല്ലാ പെൻഡുലത്തിനും ഡിഫറെന്റ് ആണ്. ഓക്കെ, എല്ലാ പെൻഡുലത്തിനും രണ്ടെണ്ണത്തിനും സെയിം ആണ്. അപ്പം അസോർട്ടഡ് ലെങ്ത് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കോമൺ ഇതിന്റെ അകത്ത് നിന്ന് സപ്പോർട്ട് ചെയ്യുന്നത് ഹാങ് ചെയ്തിരിക്കുകയാണ്. ഇതിന്റെ അകത്ത് പെൻഡുലം 1ഉം അതുപോലെ പെൻഡുലം 4നും സെയിം ലെങ്ത് ആണ്. ആൻഡ് ബാക്കി ഈ രണ്ടാമത്തെ പെൻഡുലത്തിനും മൂന്നാമത്തെ പെൻഡുലത്തിനും അഞ്ചാമത്തെ പെൻഡുലത്തിനും ഒക്കെ ഡിഫറെന്റ് ലെങ്ത് ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എന്തായെന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് പെൻഡുലത്തിനെ ആദ്യം ഒന്ന് ആട്ടി വിടാൻ പോവാണ്. അതിനെ ഒന്ന് മോഷനിലാക്കാൻ പോവാണ്. അപ്പൊ ഇതിങ്ങനെ ആടി കഴിയുമ്പോഴത്തേക്കും ഒബ്വിയസ്ലി വാട്ട് ഹാപ്പൻസ്, ഇതിങ്ങനെ ആടി കഴിയുമ്പോൾ ഇതിന്റെ ഫ്രീക്വൻസിയിൽ ഇരുന്നുകൊണ്ടായിരിക്കും ആടുന്നത്. ഇതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി എന്താണോ ആ ഫ്രീക്വൻസിയിലായിരിക്കുമല്ലോ ഇത് ആടുക. അപ്പം
ഇതിങ്ങനെ ആടുമ്പോ എന്ത് പറ്റും, ഈ രണ്ടാമത്തെ പെൻഡലത്തിന് ഇത് തട്ടുമല്ലോ, അപ്പൊ എന്ത് പറ്റും, എനർജി ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, എനർജി ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ രണ്ടാമത്തേത് പോയി മൂന്നാമത്തേത് തട്ടും. ഓക്കെ, ദെൻ മൂന്നാമത്തേത് പോയി നാലാമത്തെ തട്ടും, നാലാമത്തെ, അങ്ങനെ എന്ത് പറ്റും, ഇവിടെ എന്ത് സംഭവിക്കും, ഈ എനർജി ട്രാൻസ്ഫറൻസ് ഉണ്ടാവും ആൻഡ് ഇതെല്ലാം ഓസിലേറ്റ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പം ഈ ഒരു കണക്റ്റിംഗ് റോപ്പ് വഴിയാണ്, ഈ ഒരു കോമൺ റോപ്പിലാണല്ലോ ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഒരു കോമൺ റോപ്പ് വഴിയാണ്. അപ്പൊ ഈ കോമൺ റോപ്പ് വഴിയാണ് നമ്മളുടെ ഈ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ഈ കോമൺ റോപ്പ് വഴിയാണ് വരുന്നത്. അപ്പം ഈ കോമൺ റോപ്പ് വഴിയാണ് ഈ ഡ്രൈവിംഗ് ഫോഴ്സ് കൊടുക്കുന്നത്. അപ്പം ഈ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ കോമൺ ഡ്രോപ്പ് വഴിയാണ് കേട്ടോ. അപ്പൊ എന്ത് പറ്റും, ഈ ഫ്രീക്വൻസി, ഈ ഫോഴ്സിന്റെ, ഈ ഡ്രൈവിംഗ് ഫോഴ്സിന്റെ ആ ഫ്രീക്വൻസിയിലായിരിക്കും നമ്മൾ പെൻഡുലം വണ്ണിനെ ഞാൻ പറഞ്ഞതിൻ്റെ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഞാൻ പെൻഡുലം വൺ അതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയിൽ ഓസിലേറ്റ് ചെയ്യുന്നുള്ള ആണ് പറഞ്ഞത്. ഒരിക്കലും അല്ല. കാര്യം വെച്ചാൽ നമ്മൾ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് വെച്ചിട്ടാണല്ലോ തട്ടുന്നത്. സോ പെൻഡുലം വൺ ഓസിലേറ്റ് ചെയ്യുന്നത് ഈ ഒരു ഡ്രൈവിംഗ് ഫോഴ്സിന്റെ ഫ്രീക്വൻസിയിലായിരിക്കും. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കുക, ഡ്രൈവിംഗ് ഫോഴ്സിന്റെ ഫ്രീക്വൻസിയിലായിരിക്കും. ഓക്കെ, അപ്പം ആ ഫ്രീക്വൻസിയിൽ പെൻഡുലം വൺ ഓസിലേറ്റ് ചെയ്യും. ആൻഡ് നമ്മൾ പെൻഡുലം 2, പെൻഡുലം 3, പെൻഡുലം 5 ഇതെല്ലാം നോക്കുവാണെങ്കിൽ ആദ്യം അത് അതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയിലായിരിക്കും ഓസിലേറ്റ് ചെയ്യുക. ഓക്കെ, അതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയിൽ ഓസിലേറ്റ് ചെയ്യും പല ആംപ്ലിറ്റ്യൂഡിൽ. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം എന്ത് പറ്റും, ഡാംഡ് ആവും, അത് സസ്റ്റെയിൻ ചെയ്യത്തില്ല. അതിന്റെ ആ ഫ്രീക്വൻസി അവസാനം ചേഞ്ച് ചെയ്ത് ഈ പെൻഡുലം വണ്ണിന്റെ ഫ്രീക്വൻസി എന്താണോ ആ ഫ്രീക്വൻസിയിൽ അവസാനം അത് ആടാൻ തുടങ്ങും. ഓക്കെ, അങ്ങനെ പെൻഡുലം വണ്ണിന്റെ ഫ്രീക്വൻസിയിൽ അത് ആടാൻ തുടങ്ങും. അതായത് പെൻഡുലം വൺ എന്ന് പറയുന്നത് എന്താണ്, പെൻഡുലം വൺ ആടുന്നത് ഡ്രൈവിംഗ് ഫോഴ്സിന്റെ ഫ്രീക്വൻസിയിലാണ് പെൻഡുലം വൺ ആടുന്നത്, ബട്ട് വിത്ത് ഡിഫറെന്റ് ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, അപ്പം അങ്ങനെ ആടും. അപ്പൊ ഈ 2ന്റെയും 3യുടെയും ഒക്കെ ആംപ്ലിറ്റ്യൂഡ് പറയാനുള്ള ഫ്രീക്വൻസി സെയിം ആയിരിക്കും. അങ്ങനെ ആടാൻ തുടങ്ങും. പെൻഡുലം 4ന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പെൻഡുലം വണ്ണിന്റെ അതേ ലെങ്ത് ആണ് പെൻഡുലം 4നും ഉള്ളത്. ഓക്കെ, അപ്പം ഈ ബാക്കി പെൻഡുലത്തിനെക്കാട്ടും കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ബിഹേവിയർ ആയിരിക്കും പെൻഡുലം 4ന് ഉണ്ടാവുക. അതെന്ത് പറ്റും, പെൻഡുലം വണ്ണ് ആടുന്ന അതേ ഫ്രീക്വൻസിയിൽ എന്താണ് അതാടും, അതിന്റെ ആംപ്ലിറ്റ്യൂഡ് കൂടും, എന്നിട്ട് അത് വലുതാവുകയും ചെയ്യും. അപ്പം ഒരു റെസണൻസ് ആണ് ഇവിടെ സംഭവിക്കുന്നത്. ബിക്കോസ് എന്താണ്, ഇവിടെ റെസണൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇത് നാച്ചുറൽ ഫ്രീക്വൻസിയും ഡ്രൈവിംഗ് ഫ്രീക്വൻസിയും എന്താണ് ഈ ഒരു കേസിൽ ഈക്വൽ ആവുന്നുണ്ട്. സോ അവിടെ അത് മാക്സിമം ഫ്രീക്വൻസി, മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ ആടാൻ തുടങ്ങും. അപ്പൊ ഇതെന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഇലസ്ട്രേഷൻ എന്നുള്ള തരത്തിൽ എടുത്താൽ മതി. ജസ്റ്റ് ഹൗ എന്താണ് ആംപ്ലിറ്റ്യൂഡ് ഈക്വൽ ആകുമ്പം, ഫ്രീക്വൻസീസ് ഈക്വൽ ആകുമ്പം മാക്സിമം ആംപ്ലിറ്റ്യൂഡ് കിട്ടുന്നത് എങ്ങനെയാണെന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും നേരം ഇവിടെ എടുത്തിരിക്കുന്ന എല്ലാ സിസ്റ്റത്തിനും അത് ഓസിലേറ്റ് ചെയ്യുന്ന ജസ്റ്റ് അതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയിലാണ്. ആദ്യം ഒറ്റ നാച്ചുറൽ ഫ്രീക്വൻസി എന്നുള്ള കാര്യത്തിലാണ് പറഞ്ഞത്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞ സിസ്റ്റംസ് എല്ലാം. പക്ഷെ നോർമലി ഒരു സിസ്റ്റത്തിന് പല നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ടാവും. അപ്പൊ നെക്സ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ വൈബ്രേറ്റിംഗ് സ്ട്രിങ്, എയർ കോളം അതൊക്കെ എടുക്കുകയാണെങ്കിൽ പല നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ട്. നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ കാണും. ഇപ്പം ഏത് മെക്കാനിക്കൽ സ്ട്രക്ചർ എടുത്താലും, ലൈക്ക് ബിൽഡിങ്ങോ ബ്രിഡ്ജോ എയർക്രാഫ്റ്റോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിന് പല നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ടാവും. അപ്പം എന്താണ്, അങ്ങനെ പല നാച്ചുറൽ ഫ്രീക്വൻസി ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനത്തെ സിസ്റ്റത്തിലേക്ക് ഒരു എക്സ്റ്റേണൽ പീരിയോഡിക് ഫോഴ്സ് അങ്ങനത്തെ ഒരു സിസ്റ്റത്തിലേക്ക് അപ്ലൈ ചെയ്യുവാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് അവിടെ വരുവാണെങ്കിൽ പല നാച്ചുറൽ ഫ്രീക്വൻസി ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് ആ സിസ്റ്റം അപ്പൊ അവിടെ ഫോഴ്സ്ഡ് ഓസിലേഷൻസ് ഉണ്ടാക്കാൻ തുടങ്ങും. അതിൽ ഫോഴ്സ്ഡ് ഓസിലേഷൻസ് ഉണ്ടാക്കാൻ തുടങ്ങും. അപ്പം ഏതെങ്കിലും കാരണവശാല് ഈ ഫോഴ്സ്ഡ് ഓസിലേഷൻ, അത് ഫോഴ്സ്ഡ് ഓസിലേഷന്റെ ഫ്രീക്വൻസി ഒമേഗ ഡി ആണല്ലോ, ആ ഒമേഗ ഡി എന്ന് പറയുന്ന അതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയുമായിട്ട് ക്ലോസ് ആവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, ആ ഓസിലേഷന്റെ ആംപ്ലിറ്റ്യൂഡ് ഭയങ്കരമായിട്ട് കൂടും. ആംപ്ലിറ്റ്യൂഡ് കൂടുകയും അവസാനം എന്തെങ്കിലും ഡാമേജ്, അത് റെസൊണൻസ് കണ്ടീഷനിൽ എത്തുകയും അവസാനം അതിന് ആ ഓസിലേഷൻസ് കൂടി എന്തെങ്കിലും ഡാമേജ് ഒക്കെ ഉണ്ടാവാം. അതുകൊണ്ടാണ് ഈ സോൾജേഴ്സ് ബ്രിഡ്ജസ് ക്രോസ് ചെയ്യുമ്പോഴത്തേക്കും ഔട്ട് ഓഫ് സ്റ്റെപ്പ് പോകാൻ പറയുന്നത്. അതുപോലെ തന്നെ ഇതേ കാരണം കൊണ്ട് തന്നെ എർത്ത് ക്വേക്ക് എന്ന് പറയുന്നത്
ഇപ്പൊ ഒരു സ്ഥലത്ത് ഏതെങ്കിലും എർത്ത് അഫക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ നമുക്കറിയാം എർത്ത് ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് ഉണ്ടാവുകയാണെങ്കിൽ എല്ലാ ബിൽഡിങ്സും ഒരേപോലെ ആയിരിക്കില്ല അത് അഫക്റ്റഡ് ആവുന്നത്. അതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓരോ ബിൽഡിങ്ങും പല സ്ട്രെങ്തിലും പല മെറ്റീരിയൽസും യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ആ ഒരു നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻസ് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ എപ്പോഴാണത് മാച്ച് ആവുന്നത് അപ്പോഴാണ് അത് തകർന്നു പോകുന്നത്. അപ്പം ഈ നാച്ചുറൽ ഫ്രീക്വൻസി ബിൽഡിങ്ങിന്റെ എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്ന പല ഫാക്ടേഴ്സ് ആണ്. ഹൈറ്റ്, സൈസ് പാരാമീറ്റേഴ്സ്, ബിൽഡിംഗ് മെറ്റീരിയൽ. അപ്പം അങ്ങനെ പല ഫാക്ടേഴ്സിനെ അത് എഫക്ട് ചെയ്യുന്നത്, പല ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നാച്ചുറൽ ഫ്രീക്വൻസി. അപ്പം ഈ സീസ്മിക് വേവ്, നമ്മുടെ എർത്ത് അതിന്റെ സീസ്മിക് വേവിന്റെ ഫ്രീക്വൻസിയായിട്ട് ഏതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയാണ് മാച്ച് ആവുന്നത് അവിടെ ആയിരിക്കും കൂടുതൽ ഡാമേജ് ഉണ്ടാവും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിൽ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഇതിന്റെ പ്രോബ്ലംസ് നോക്കാം. സോ താങ്ക് യു.